ഗുരുവായൂർ കേശവൻ, ഭഗവാന്റെ സ്വന്തം ഗജരാജൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ആനയുടെ പേര് ഇന്നും അത്രയേറെ ആദരവോടെ ഉച്ചരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂർ കേശവന്റേതാണ്. ശക്തി കൊണ്ടല്ല, ഭക്തി കൊണ്ടാണ് കേശവൻ ജനഹൃദയങ്ങളിൽ ഇടം നേടിയത്. 1924 ജനിച്ച കേശവനെ പിന്നീട് ഗുരുവായൂർ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. ചെറുപ്പം മുതൽ ക്ഷേത്രത്തിലെ ചിട്ടകളും അച്ചടക്കവും പഠിച്ച കേശവൻ കാലക്രമേണ ഗുരുവായൂരപ്പന്റെ പ്രധാന ഗജരാജനായി മാറി. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിൽ ഭഗവാന്റെ തിടമ്പ് ചുമക്കുക എന്നത് ഏത് ക്ഷേത്രാനയ്ക്കും ഏറ്റവും വലിയ ബഹുമതിയാണ്. ആ ബഹുമതി ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത് കേശവനാണ്. തിടമ്പ് പുറത്തുവെച്ചാൽ അനാവശ്യമായി ചലിക്കാതെ അതീവ ശാന്തനായി നിൽക്കുമായിരുന്നു. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ ശേഷമാണ് പലപ്പോഴും ആഹാരം പോലും കഴിച്ചിരുന്നതെന്ന് കേശവനെ പരിചയമുള്ളവർ ഓർക്കുന്നു. ഒരുപാട് നാൾ ഗുരുവായൂരപ്പനെ സേവിച്ച കേശവൻ 1976 ഡിസംബർ 2 ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ദിവസം ഗുരുവായൂർ ഏകാദശിയായിരുന്നു. അസുഖബാധിതനായിരുന്നിട്ടും ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന ശേഷമാണ് കേശവൻ അന്തരിച്ചതെന്ന് രേഖകളിലും സാക്ഷിമൊഴികളിലും പരാമർശിക്കപ്പെടുന്നു. ഭക്തർ ഇതിനെ ഗുരുവായൂരപ്പനോടുള്ള കേശവന്റെ അവസാന പ്രണാമമായി കാണുന്നു. കേശവന്റെ സേവനവും അച്ചടക്കവും ആദരിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കേശവന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നും ഗുരുവായൂർ സന്ദർശിക്കുന്ന ആയിരക്കണക്കിന് ഭക്തർ ആ പ്രതിമയ്ക്ക് മുന്നിൽ ഒരു നിമിഷം ആദരവോടെ നിൽക്കാറുണ്ട്. ഒരു ആനയ്ക്ക് മനുഷ്യരുടെ സ്നേഹമോ ആദരവും ഇത്രയേറെ ലഭിക്കുന്നത് അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ കേശവൻ ഒരു ക്ഷേത്രാന മാത്രമല്ല, ഭക്തിയുടെയും വിശ്വസ്തതയുടെയും സേവനത്തിൻ്റെയും ജീവിക്കുന്ന പ്രതീകമായിരുന്നു.